Assalamu alaikum. Welcome back to our channel Snack Time Kerala. അപ്പോൾ ഇന്ന് ഒരു മാംഗോ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ലൈവിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിൽ വിന്നറായ അഫിനിയാസ് എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ് മാംഗോ പുഡിംഗ്. അപ്പോൾ ഇവിടെ മാങ്ങ കിട്ടാത്ത കാരണം, അപ്പോൾ മാങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണമാണ് ഞങ്ങൾ മാംഗോ എസെൻസ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മഞ്ഞ ചേർക്കണില്ല. അപ്പോൾ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണോ എടുക്കുന്നത്. അത് ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അധികം ബീറ്റായിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ബാറ്റർ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല വൈറ്റായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 6 ഡ്രോപ്പ് മാംഗോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ടൈഗറിൻ്റെ മാംഗോ മിക്സാണ്. നല്ലൊരു എസെൻസ് ആട്ടോ, മാംഗോൻ്റെ നല്ലൊരു എസെൻസാണ് ടൈഗറിൻ്റെ. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാരമൽ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കാരമലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഒന്ന് അടി പിടിക്കാതെ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം കാരമലൈസ് ചെയ്യാനാണ്. അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും, ഒരു കയ്പ്പരസം വരും. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ പെട്ടെന്ന് ഇത് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, ബൗളൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. ആ ബാറ്റർ ഒഴിക്കുന്ന ആ വീഡിയോ ഒന്നും കട്ടായി പോയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം. സ്റ്റീമിങ് ആണ് കേട്ടോ. അപ്പോൾ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വലപ്പാത്രം അല്ലെങ്കിൽ സ്റ്റീമറുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്ത കാരണമാണ് ഒരു വലപ്പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ബൗൾ ഇറക്കി വയ്ക്കാം. എന്നിട്ടൊരു ഹോളുള്ളൊരു മൂടി വെച്ചിട്ട് ആ ബൗളൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ആ പാത്രം ഉണ്ടല്ലോ, ആ വലപ്പാത്രം ജസ്റ്റ് ഒരു വലിയൊരു മൂടി വെച്ചിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മളത് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് വെന്തിട്ടുണ്ടോ നോക്കണമെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നോക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ കഴിക്കാൻ രസത്തില്ല, പക്ഷേ ഇതൊന്ന് തണുപ്പിച്ച് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്നോ പോലെ നല്ല മഞ്ഞ് പോലത്തെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ അഫിനിയാസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അഫിക്ക് ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മാംഗോ എസൻസ് ഇല്ലാതെ നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു പുഡിങ്ങായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.